തൊട്ടിൽപ്പാലം സ്വദേശിയായ അജയ് തൃശൂർ ക്രൈസ്റ്റ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനാണ്. അധ്യാപനവും പഠനവും ഒരുമിച്ചായിരുന്നു. 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് കൃത്യമായ പഠനം. അവധിയുള്ള ശനിയും ഞായറും പഠനത്തിനായി പരമാവധി ഉപയോഗപ്പെടുത്തും. ആ പരിശ്രമമാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 730 റാങ്ക് നേടാൻ സഹായിച്ചത്. ടീച്ചിങ് ജോബ് എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് തീരില്ല. കാരണം ക്ലാസ് പ്രിപ്പയർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ റീഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടാണല്ലോ കുട്ടികൾക്ക് പറഞ്ഞ് സമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് പറയാൻ പറയുന്നത്. പിന്നെ പ്രിലിംസ് ആകുന്ന സമയത്ത് വെക്കേഷൻ ആകുന്നതുകൊണ്ട് അങ്ങനൊരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. കാരണം 2 മാസം അറ്റ്ലീസ്റ്റ് ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പ്രിലിംസിന് എന്നുള്ളത് അതൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. CBSE ഹ്യൂമാനിറ്റീസിൽ അജയ്ക്ക് ദേശീയ റാങ്ക് ഉള്ളതും ശ്രദ്ധേയമായിരുന്നു. ഡൽഹി സെയിന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും നേടി. പിന്നീടാണ് അധ്യാപനത്തിലേക്ക് തിരിഞ്ഞത്. സിവിൽ സർവീസ് എവിടെയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്നും എനിക്ക് റിസർച്ചും ഈ പറഞ്ഞ ടീച്ചിങ്ങും ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ എവിടെയോ വീണ്ടും ഒരു സ്പാർക്ക് വന്നു. അപ്പോൾ പിന്നെ 2020 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആകുന്ന വർഷം തൊട്ട് ശ്രമിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ. അതിലിപ്പോൾ 12th അച്ചീവ്മെൻ്റ് ഒരു കോൺഫിഡൻസ് ഒബ്വിയസ്ലി തന്നിട്ടുണ്ട്. കാരണം അന്നുള്ളൊരു അച്ചീവ്മെൻറ്റ് ഒരു പക്ഷേ വീണ്ടും ഒരു ഫ്യൂവലായി മാറാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അന്ന് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സ്റ്റേജിലുണ്ടായിരുന്നു. 4ാം പരിശ്രമത്തിൽ റാങ്ക് നേടുമ്പോൾ പിന്നിട്ട വഴികളെല്ലാം കഠിനാധ്വാനത്തിൻ്റെതാണ്. പഠിച്ചും പഠിപ്പിച്ചും നേടിയ ഈ റാങ്കിന് അതുകൊണ്ട് ഇരട്ടി മധുരമുണ്ട്. മനോജ് പയ്യന്നൂരോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഖില CP ചേരുന്നുണ്ട് തത്സമയം. അഖില, ഈ സിവിൽ സർവീസ് സ്വപ്നം മനസ്സിൽ കയറിയ ഓരോ മനുഷ്യരും തുടക്കത്തിൽ വളരെ കഷ്ടപ്പാടായിരിക്കും, ഒരുപാട് പഠിക്കാനുണ്ടാകും. പക്ഷേ ഒരു ദിവസത്തിൽ പകുതിയിലധികം സമയവും മാറ്റിവെച്ച് പഠനത്തിനായി ആ ഒരു സമയം കണ്ടെത്തുന്ന ഓരോരുത്തരെയുമാണ് നമുക്ക് കാണാൻ കഴിയുക. 8, 9, 10 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും ആ ഒരു സ്വപ്നം മനസ്സിൽ കയറി. അപ്പോൾ പഠിക്കുകയും പഠിപ്പിക്കുകയും തന്നെ ജോലിയും ഒരുമിച്ച് ചെയ്തു എന്നുള്ളതാണ് അജയുടെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അധ്യാപകനാണ്, കുട്ടികൾക്ക് മാതൃകയാകേണ്ട വ്യക്തിയാണ്. ഇതിപ്പോൾ സിവിൽ സർവീസ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഓരോ വിദ്യാർത്ഥിക്കും വലിയ പ്രചോദനമായി മാറിയിരിക്കുകയാണ് അജയ്. നമുക്ക് എല്ലാവർക്കും അറിയാം സിവിൽ സർവീസ് എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു മത്സര പരീക്ഷയാണെന്ന്. കാരണം വർഷങ്ങളോളം നീണ്ട കഠിന പ്രയത്നം വേണം. മണിക്കൂറുകൾ, ഒരു ദിവസത്തിൽ 8, 9, 10 മണിക്കൂറൊക്കെ പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് എന്നുള്ളൊരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിനിടയിലാണ് ഈ അജയ് ആർ രാജ് എന്ന് പറയുന്ന കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അധ്യാപനവും തൻ്റെ സിവിൽ സർവീസ് മോഹവും ഒരുമിച്ച് കൊണ്ടുപോയി 730 റാങ്ക് നേടി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു നേട്ടമാണ് അജയ് ആർ രാജിൻ്റേത്. മാത്രമല്ല ഈ കാലങ്ങളായിട്ടുള്ള പ്രയത്നമാണ്. ഇദ്ദേഹം പറയുന്നുണ്ട് അധ്യാപകനാവുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം 8 മണിക്കൂറിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ കുട്ടികൾക്കായിട്ടുള്ള നോട്ടും സെമിനാറുകളും ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ടാകും. അപ്പം അതിനിടയിലാണ് സിവിൽ സർവീസ് എന്നുള്ള മോഹം ഉള്ളിൽ കൊണ്ട് നടന്ന് അതിനായിട്ട് പ്രയത്നിച്ചത്. മാത്രമല്ല ഈ 2017 +2 CBSE ഹ്യൂമാനിറ്റീസിൽ ദേശീയ തലത്തിൽ അജയ് ആർ രാജിന് 4ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു ചിട്ടയായ പരിശീലനവും കഠിന പ്രയത്നമാണ്. അതാണ് അജയ് ആർ രാജിനെ ഇന്ന് 730 റാങ്കിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സിവിൽ സർവീസ് മോഹവുമായി നടക്കുന്ന, ജോലി ഉണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടല്ല. അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം ജോലിയോടൊപ്പം തന്നെ പ്രയത്നം, അതായത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആരും ജോലിയായി അല്ലെങ്കിൽ ഇനി പഠിക്കാൻ സാധിക്കില്ല എന്നൊന്നും വിചാരിച്ച് മാറ്റി വെക്കരുത് എന്നാണ് ഈ എന്തായാലും സിവിൽ സർവീസ് എന്നല്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അധ്വാനിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും പ്രചോദനമാണ് അജയ്. അപ്പൊ എന്തായാലും അജയ്ക്ക് ഒരുപാട് ആശംസകൾ. ശരിയാക്കി.